ഫിലിപ്പീൻസ് ജാപ്പനീസ് പട്ടാളത്തിൻ്റെ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ജനസമൂഹം. ഒടുവിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും അവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ഒരു വ്യക്തിയിൽ നിന്നും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരു ഡിക്റ്റേറ്റർഷിപ്പിന് വിധേയമാകേണ്ടി വന്നു. ഈ ഫിലിപ്പീൻസിൻ്റെ ആദ്യകാല ചരിത്രം നോക്കുമ്പോൾ അത് ഒരു മിനിയേച്ചർ രൂപത്തിലുള്ള ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ ആണെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ആദ്യ കാലഘട്ടങ്ങൾ അവർ ഹിന്ദുമത വിശ്വാസികളായിരുന്നു. അതോടൊപ്പം ബുദ്ധമതത്തെയും അവർ സ്നേഹിച്ചിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ അവർക്ക് സംസ്കൃത ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു. അവരുടെ നിലവിലുള്ള ഭാഷയ്ക്ക് പോലും സംസ്കൃതവുമായിട്ട് വലിയ ബന്ധമുണ്ട്. നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നത് പോലുള്ള ചാതുർവർണ്ണ്യത്തിന് തുല്യമായിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥ പോലും ഫിലിപ്പീൻസിൻ്റെ ആദ്യഘട്ടങ്ങളിലുണ്ടായിരുന്നു. മരിച്ചുപോയ പൂർവികർക്ക് ബലിയിടുന്ന ഒരു സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു. ഒരു വ്യക്തി മരിക്കുമ്പോൾ അടുത്ത ജന്മത്തിലേക്ക് അയാൾ പ്രവേശിക്കുകയാണ്. ആ ജന്മത്തിൽ ഒരു പക്ഷിയായോ ഒരു മൃഗമായോ അതുമല്ലെങ്കിൽ ഒരു പുഴുവായോ അവതരിക്കും. അതൊക്കെ അയാളുടെ മുൻകാല ജന്മത്തിലെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജ്യം ഭരിക്കുന്ന വ്യക്തിയെ ബഹുമാനപൂർവ്വം രാജ എന്നാണ് അവർ വിളിച്ചിരുന്നത്. അവരുടെ ആദ്യകാല ചരിത്രം തപ്പിപ്പോകാനായിട്ട് അവർ രചിച്ചിട്ടുള്ള പുസ്തകങ്ങളൊന്നും നമ്മുടെ പക്കലില്ല. പക്ഷേ ആ ചരിത്രമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻറ്റുകളിലാണ്. അതിനു പുറമെ ചൈനീസ് ഡോക്യുമെൻറ്റുകളിലും അവരുടെ ആദ്യ കാലഘട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. വളരെ സംഭവബഹുലമായ ഒരു ചരിത്രമാണ് ഫിലിപ്പീൻസിനുള്ളത്. ഈ വീഡിയോയിലൂടെ ഫിലിപ്പീൻസിൻ്റെ ആ ചരിത്രം വളരെ വിശദമായി തന്നെ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് എനിക്കൊരു 30 സെക്കൻഡ് സമയം തരണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി 100 ഇരട്ടിയായിട്ട് വികസിപ്പിച്ചെടുക്കണോ? നിങ്ങളുടെ IQ ലെവൽ ഉയർത്തിക്കൊണ്ടുവരണോ? ഒരു വലിയ പുസ്തകത്തിലുള്ള കോണ്ടൻറ്റ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കണോ? 20 അക്കമോ അല്ലെങ്കിൽ 40 അക്കമോ ഒക്കെ ദൈർഘ്യമുള്ള വലിയ സംഖ്യകൾ വളരെ അനായാസമായിട്ട് ഓർത്തു വയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമോ? ഒരു പുതിയ ഭാഷ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണോ? വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെമ്മറി ട്രിക്കുകളും മറ്റ് പല ബുക്കുകൾ റെഫർ ചെയ്തുണ്ടാക്കിയെടുത്ത മെമ്മറി ട്രിക്കുകളും കൂട്ടിച്ചേർത്ത് 25 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. പക്ഷേ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. ഫിലിപ്പീൻസ് 7000 ദ്വീപുകൾ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ ദ്വീപ സമൂഹം അല്ലെങ്കിൽ ദ്വീപുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ രാജ്യം. 7000 ദ്വീപുകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ 1000 ദ്വീപിൽ മാത്രമേ ജനവാസമുള്ളൂ. കൃത്യമായിട്ട് എവിടെയാണ് ഫിലിപ്പീൻസിൻ്റെ സ്ഥാനമെന്ന് ചോദിച്ചാൽ ജപ്പാൻ്റെ തെക്ക് ഭാഗത്ത്, വിയറ്റ്നാമിൻ്റെ കിഴക്ക് ഭാഗത്ത്, ഇന്തോനേഷ്യയുടെ വടക്ക് ഭാഗത്ത്, പസഫിക് സമുദ്രം അല്ലെങ്കിൽ ശാന്ത സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ഫിലിപ്പീൻസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ മനുഷ്യവാസമുള്ള 1000ഓളം ദ്വീപുകളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ വലിയ ദ്വീപുകളായിട്ട് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. വളരെ ചെറിയ ദ്വീപുകളാണ്. അതിൽ പല ദ്വീപുകൾക്കും നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ല. ചെറിയ ദ്വീപുകളുടെ ശരാശരി വലിപ്പം എന്ന് പറയുന്നത് 1 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ഈ ദ്വീപുകളെ നമുക്ക് 3 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാം. ഉത്തരഭാഗത്തായിട്ട് ലുസോൺ ഉണ്ട്, മധ്യഭാഗത്ത് വിസായസ്, ദക്ഷിണ ഭാഗത്ത് മിഡാനാവോ. കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയ ദ്വീപ് ലുസോൺ ആണ്. ഫിലിപ്പീൻസിൻ്റെ നിലവിലെ തലസ്ഥാനമായ മനില സ്ഥിതി ചെയ്യുന്നത് ഇതേ ലുസോണിൽ തന്നെയാണ്. ആദ്യമായി ഇവിടെ എത്തിച്ചേരുന്ന മനുഷ്യർ നമ്മൾ ഹോമോസാപ്പിയൻസ് ആയിരുന്നില്ല, അതിനും വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഹോമോ ഇറക്ടസ് ആണ്. 7 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എത്തിച്ചേർന്ന ഹോമോ ഇറക്ടസിൻ്റെ ഫോസിലുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ പ്രദേശത്ത് മാത്രം ഒരു കാലത്ത് ഉണ്ടായിരുന്ന മനുഷ്യരുടെ മറ്റൊരു സ്പീഷീസിനെയും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 1,34,000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അവർ അവിടെ താമസിച്ചിരുന്നത്. ലുസോണിൽ നിന്നാണ് അവരുടെ ഫോസിലുകൾ ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോമോ ലുസോനെൻസിസ് എന്ന പേരിലാണ് ആ സമൂഹം അറിയപ്പെടുന്നത്. പിന്നീട് അവർ വംശനാശത്തിലൂടെ ഇല്ലാതെയാവുകയായിരുന്നു. ആധുനിക മനുഷ്യ സ്പീഷീസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഹോമോ സാപ്പിയൻസ് ഇവിടെ എത്തിച്ചേരുന്നത് 47,000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഫിലിപ്പീൻസിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്. അവരുടെ തുടക്കക്കാർ ഇവിടെ എത്തിച്ചേരുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പാണ്, അതായത് 3000 BC-യിലാണ്. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളായ തായ്വാൻ,
ഏഷ്യൻ മെയിൻലാൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് ഇവർ ആദ്യമായി ഫിലിപ്പീൻസിൽ എത്തിച്ചേരുന്നത്. ആദ്യത്തെ ഒരു സമൂഹം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് 2000 BC മുതൽ 1000 CE അല്ലെങ്കിൽ 1000 AD വരെ ഉണ്ടായിരുന്ന സമൂഹമാണ്. ആ കാലഘട്ടം അറിയപ്പെടുന്നത് ജെയ്ഡ് ഇറ എന്ന പേരിലാണ്. ജെയ്ഡ് ഇറയുമായി ബന്ധപ്പെട്ടിട്ട് ജെയിൻ ആർട്ടിഫാക്റ്റുകൾ അല്ലെങ്കിൽ ജെയിൻ അവശേഷിപ്പുകൾ നമ്മൾ ഫിലിപ്പീൻസിൽ നിന്നും അവർ ആ കാലഘട്ടത്തിൽ ട്രേഡ് നടത്തിയിരുന്ന പല ഭൂഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അവയുടെ പ്രായവും മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ ഇവർക്ക് ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യമായിരുന്നു. ജെയ്ഡ് ആർട്ടിഫാക്റ്റുകൾ അല്ലെങ്കിൽ ജെയ്ഡ് പുരാവസ്തുക്കൾ നമുക്ക് ഇന്ത്യയിൽ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ കാര്യമായിട്ടുള്ള യുദ്ധങ്ങളോ ആക്രമണങ്ങളോ ഒന്നും അവിടെ നടന്നതായിട്ട് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. കാരണം അത്തരത്തിൽ വലിയ യുദ്ധങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഫോസിലുകളുടെ കൂമ്പാരങ്ങളൊന്നും നമുക്ക് അവിടെ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമായിരിക്കാം. പക്ഷേ നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അവിടെ ശാന്തമായിട്ടുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഫിലിപ്പീൻസിലെ ആദ്യകാല റിട്ടേൺ ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കിയെടുത്തത് ഫിലിപ്പീൻസിൽ നിന്നല്ല, മറിച്ച് ചൈനയിലും ഇന്ത്യയിലുമായിട്ട് രചിക്കപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെയും കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമാണ് ശരിക്കും ഫിലിപ്പീൻസിലുള്ള ആളുകൾ എഴുതാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ അവരുടെ ഓർഡറുകൾ മറ്റും എഴുത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയത്. ഏറ്റവും പഴക്കം ചെന്ന അത്തരത്തിലുള്ള എഴുത്ത് അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റ് നമുക്ക് ലഭ്യമായത് 900 CE അല്ലെങ്കിൽ 900 AD-യിലാണ്. ലാഗുന കോപ്പർ പ്ലേറ്റ്സ് ആണ് നമുക്ക് അവിടെ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചത്. അതിൽ സർക്കാരിന് കൊടുക്കാനുള്ള കടങ്ങൾ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിലുകളാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള കോപ്പർ പ്ലേറ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത് ഫിലിപ്പീൻസിലുള്ള സമൂഹം പല പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാരങ്കായ്സ് എന്ന പേരിലാണ് ഓരോ ഗ്രൂപ്പുകളും അറിയപ്പെടുന്നത്. 30 മുതൽ 500 പേര് വരെ ഒരു ബാരങ്കായ് ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. ചില ഗ്രൂപ്പുകൾക്കൊക്കെ നേതാവ് ഉണ്ടായിരിക്കും. ചില ഗ്രൂപ്പുകൾക്ക് നേതാവ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നേതാവ് ഉണ്ടെങ്കിൽ ആ നേതാവ് അറിയപ്പെടുന്നത് ഡാറ്റസ് എന്ന പേരിലാണ്. നമ്മുടെ ചാതുർവർണ്ണ്യം പോലെ തന്നെ ആ കാലഘട്ടത്തിൽ അവർക്കൊരു ജാതി വ്യവസ്ഥയുണ്ടായിരുന്നു. ആ ജാതി വ്യവസ്ഥയനുസരിച്ച് ഏറ്റവും ഉയർന്ന തലത്തിൽ വരുന്നത് മഗീനോ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അവർക്ക് തൊട്ടു താഴെയായി മഹാർലികയുണ്ട്. ഏറ്റവും താഴെയായി അടിമകൾക്ക് സമാനമായ അലിപ്പിനുമുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാറ്റഗറി മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സബ് ക്ലാസിഫിക്കേഷൻസും ഉണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വളരെ പ്രബലമായി തന്നെ ഹിന്ദുയിസവും ബുദ്ധിസവും ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റം സംഭവിക്കുന്നത് 1380-ൽ ഇസ്ലാം മതം കടന്നു വന്നതോടുകൂടിയാണ്. മക്തും കരീം എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഇവിടെ ഇസ്ലാമിക മതം കൊണ്ടുവരുന്നത്. ബലം പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു മതമാറ്റമൊന്നും ആയിരുന്നില്ല ആദ്യഘട്ടങ്ങളിൽ സംഭവിച്ചിരുന്നത്. മക്തും കരീം അവിടെയുള്ള ആളുകളിലേക്ക് ഇസ്ലാം മതത്തെ പ്രചരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതിൽ ആകർഷകരായിട്ട് നിരവധി ആളുകൾ, പ്രത്യേകിച്ചും ഫിലിപ്പീൻസിൻ്റെ തെക്കൻ ഭാഗത്തുള്ള ദ്വീപുകളിലെ നിരവധി ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. 1406-ൽ ഒരു ചൈനീസ് വംശജനായ സെങ്ഹി എന്ന ഒരു ഇസ്ലാമിക പ്രീസ്റ്റും ഫിലിപ്പീൻസിൻ്റെ ഉത്തരഭാഗങ്ങൾ എത്തിച്ചേർന്നിരുന്നു. ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഒരു സൈനിക ശക്തിയായി മാറുന്നത് ലുസോൺ ജനവിഭാഗമാണ്. 1457-ൽ ഉത്തരഭാഗത്തുള്ള പല ദ്വീപുകളും ഇവർ സൈനിക ശക്തി ഉപയോഗിച്ച് കീഴടക്കിയതായിട്ട് പല രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ രാജാക്കന്മാർ രാജ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതേസമയം ദക്ഷിണ ഭാഗങ്ങളിൽ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സുൽത്താനേറ്റ് രാജാക്കന്മാരും ഉണ്ടായിരുന്നു. സ്യൂൾസ് സുൽത്താനേറ്റ് എന്ന പേരിലാണ് അവരുടെ ആ രാജവംശം അറിയപ്പെടുന്നത്. ഈ രാജ്യഭരണങ്ങളിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രാജ്യഭരണം നമുക്ക് ഫിലിപ്പീൻസിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബുട്ടുവാനിൽ കാണാൻ സാധിക്കും. 15-ാം നൂറ്റാണ്ട് AD അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ട് CE. ബുട്ടുവാനിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാർ ബുദ്ധമത വിശ്വാസികളായിരുന്നു. പക്ഷേ അവരൊരിക്കലും അവരുടെ ജനങ്ങളിൽ അവരുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നില്ല. അവിടുത്തെ ജനസമൂഹമെല്ലാം ഹിന്ദുമത വിശ്വാസികളുമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഫിലിപ്പീൻസ് എന്ന് പറയുന്നത് കുറേയധികം ചെറു രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. അതിൽ ചില ചെറു രാജ്യങ്ങൾ വലിയ രാജ്യമായ ചൈനയെ നേരിട്ട് ആക്രമിക്കുന്ന സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. 12-ാം നൂറ്റാണ്ടിലായിരുന്നു അത്തരത്തിലുള്ള ആക്രമണം സംഭവിച്ചത്. ഇന്നത്തെ ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാന നഗരമായ മനില കേന്ദ്രീകരിച്ച് 1500-ൽ
ഒരു കിങ്ഡം രൂപീകൃതമായി, മനില കിങ്ഡം. ആ മനില കിങ്ഡത്തിലെ ഒരു സുൽത്താനായ സുൽത്താൻ ബുൽഖിയ, അദ്ദേഹം ദക്ഷിണ ഭാഗത്ത്, അതായത് ഫിലിപ്പീൻസിൻ്റെ ദക്ഷിണ ഭാഗത്ത് ഉണ്ടായിരുന്ന സ്യൂൾസ് സുൽത്താനേറ്റിലെ ഒരു രാജകുമാരിയെ വിവാഹം ചെയ്തു. അതോടുകൂടി ഉത്തരഭാഗവും ദക്ഷിണ ഭാഗവും തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ടാവുകയാണ്, മിലിറ്ററി പരമായിട്ടുള്ള ഒരു ടൈപ്പ്. ആദ്യമായി യൂറോപ്യൻസ് ഫിലിപ്പീനിൽ എത്തിച്ചേരുന്നത് 1521 വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മുഹൂർത്തമായിരുന്നു അത്. ആദ്യമായി ലോകം ചുറ്റിക്കറങ്ങിയ സഞ്ചാരിയായ മഗല്ലൻ്റെ കപ്പലാണ് അന്ന് അവിടെ എത്തിച്ചേർന്നത്. 1521 മാർച്ച് മാസം 16 സമാർ ദ്വീപിൻ്റെ വളരെ അരികിൽ മഗല്ലൻ്റെ കപ്പലിന് എത്തിച്ചേരാൻ സാധിച്ചു. പക്ഷേ അന്ന് അദ്ദേഹത്തിന് സമാർ ദ്വീപിൽ കപ്പൽ അടുപ്പിക്കാൻ സാധ്യമായില്ല. അവിടെ മുഴുവനും പാറക്കൂട്ടങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പിന്നീട് യാത്ര ചെയ്ത് ഹൊമോൺഹാൺ എന്ന് പറയുന്ന മറ്റൊരു ദ്വീപിൽ എത്തിച്ചേർന്നു. പക്ഷേ അവിടെ ആൾതാമസം ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അവർക്കവിടെ വിശ്രമിക്കാൻ സാധ്യമായി. അല്പനേരം അവിടെ വിശ്രമിച്ച് കപ്പലിനുണ്ടായിരുന്ന അറ്റകുറ്റപ്പണികളൊക്കെ തീർത്തതിന് ശേഷമാണ് അവർ മറ്റൊരു ദ്വീപ് ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുന്നത്. അത് ലിവാസോവ ദ്വീപാണ്. മാർച്ച് മാസം 25 അവരവിടെ എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന രാജാവ് കൊളംബു രാജാവാണ്. കൊളംബു രാജാവുമായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ മെഗലനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും സാധ്യമായി. മെഗലൻ ഒരു പോർച്ചുഗീസുകാരനാണെങ്കിൽ പോലും അദ്ദേഹം സ്പെയിനിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ആ ഒരു പര്യടനം നടത്തിയത്. താൻ വന്നിരിക്കുന്നത് സ്പെയിൻ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തു നിന്നാണെന്നും ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്നതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള ചെറു രാഷ്ട്രങ്ങൾ മാത്രമാണെന്നും തങ്ങളുടെ സൈനിക ശക്തി ഇത്രമാത്രം ഉണ്ടെന്നും ഒക്കെ അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ കൊളംബു രാജാവിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ 1-2 കാരണങ്ങളുണ്ട്. കൊളംബു രാജാവ് തിരിച്ച് ആക്രമിക്കാൻ പാടില്ല. തങ്ങൾ അതിശക്തരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊളംബു രാജാവ് എപ്പോഴും വിധേയനായിട്ട് തന്നെ നിൽക്കുന്നതാണ്. പിന്നെ അതിശക്തമായിട്ടുള്ള ഒരു രാജ്യവുമായിട്ട് അടുത്ത സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള വ്യാപാരം നടത്താൻ സാധിക്കുന്നതുമാണ്. മഗല്ലൻ്റെ പരിവേഷണങ്ങളുടെ ഒരു ഭാഗമാണ് ക്രിസ്തു മതത്തെ അല്ലെങ്കിൽ കാത്തലിക് സഭയെ ലോകം മുഴുവനും പ്രചരിപ്പിക്കുക എന്നുള്ളത്. അത് അദ്ദേഹം ഇവിടെയും പയറ്റുകയുണ്ടായി. മാർച്ച് മാസം 31 അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമായിരുന്നു. ആ ദിവസം കൂടുതൽ ആളുകളിലേക്ക് ക്രിസ്തു മതത്തെ എത്തിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. കാരണം അതൊരു ഈസ്റ്റർ ദിനമാണ്. ഈസ്റ്റർ ദിനം ആഘോഷിക്കാനുള്ള അനുമതി അദ്ദേഹം കൊളംബു രാജാവിൽ നിന്നും വാങ്ങിച്ചെടുത്തു. കൊളംബു രാജാവിൻ്റെ അനുമതിയോടുകൂടി തന്നെ അവരുടെ ദ്വീപിൽ മരം കൊണ്ടുള്ള ഒരു കുരിശും അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. അതിനുശേഷം കൊളംബു രാജാവിൻ്റെ തന്നെ അകമ്പടിയോടുകൂടി തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു ദ്വീപ് രാഷ്ട്രമായ സെബുവിലേക്ക് അവർ എത്തിച്ചേർന്നു. അപ്പോഴേക്കും തീയതി ഏപ്രിൽ മാസം 7 ആയിട്ടുണ്ട്. അവിടുത്തെ രാജാവ് രാജ ഹുമബോൺ ആണ്. ഹുമബോൺ രാജാവുമായിട്ടും വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ മെഗലന് സാധിച്ചു. ഹുമബോൺ രാജാവിനോടും മതം മാറുന്നതിനെക്കുറിച്ചായിരുന്നു മെഗലന് സംസാരിക്കാനുണ്ടായിരുന്നത്. ക്രിസ്തുമതം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വലിയൊരു സുരക്ഷാ കവചം ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് അറിയിച്ചാൽ മാത്രം മതി. വളരെ അനായാസമായിട്ട് നിങ്ങളുടെ ശത്രുക്കളെ തറപറ്റിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഹുമബോണിനും കൊളംബു രാജാവിനും ആ കാലഘട്ടത്തിൽ ഒരു പൊതു ശത്രു ഉണ്ടായിരുന്നു. ലാപ്പു ലാപ്പു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം സെബുവിലെ തന്നെ ഒരു ചെറിയ പ്രവിശ്യ കൈകാര്യം ചെയ്യുന്ന ഒരു ചീഫായിരുന്നു. ഈ ഹുമബോണിൻ്റെ വളരെ അടുത്ത ഒരു ബന്ധു കൂടിയാണ് ലാപ്പു ലാപ്പു. ഹുമബോണിൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ് ലാപ്പു ലാപ്പു. രാജ ഹുമബോണും രാജ കൊളംബും ലാപ്പു ലാപ്പും തമ്മിൽ ഒരു അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നാൾ മുമ്പ് ലാപ്പു ലാപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു അവിവേകമുണ്ടായി. സെബു നഗരം ചൈനയുമായിട്ടും അതുപോലെ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ആ കാലഘട്ടത്തിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അത്തരത്തിൽ വ്യാപാരത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഒരു ചൈനീസ് കപ്പലിനെ ലാപ്പു ലാപ്പു ആക്രമിച്ചു. അതിനെ തുടർന്നാണ് ഹുമബോണും ലാപ്പു ലാപ്പുവും തമ്മിൽ ഒരു ശത്രുത ഉണ്ടാകുന്നത്. മെഗലനെ കിട്ടിയത് ഒരു സുവർണ അവസരമായിട്ട് ഹുമബോണിന് തോന്നി. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സകല ആളുകളെയും ക്രിസ്തു മതത്തിലേക്ക് മതം മാറ്റുന്നതിൽ രാജാവ് മുൻകൈയെടുത്തു. രാജാവിന് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാമായിരുന്നു. താൻ ഇങ്ങനൊരു ഓർഡർ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ലാപ്പു ലാപ്പു ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല. ലാപ്പു ലാപ്പു അംഗീകരിച്ചില്ല. അതുതന്നെയാണ് അവിടെ ഉണ്ടായത്. ലാപ്പു ലാപ്പു അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ മെഗലൻ ലാപ്പു ലാപ്പുവിനെ ഒരു ശത്രുവായിട്ടെടുക്കും.
സ്പെയിൻ അതിശക്തമാണെന്ന് അവരുടെ കപ്പലുകളും പടക്കോപ്പുകളും കണ്ടപ്പോൾ ഹുമബൂൺ രാജാവ് ഉറപ്പിച്ചതാണ്. ആ കപ്പലിനെ അതിജീവിക്കാൻ ഒരിക്കലും ലാപ്പു ലാപ്പുവിന് സാധിക്കുകയില്ല. അങ്ങനെ കൊളംബ് രാജാവിൻ്റെയും ഹുമബൂൺ രാജാവിൻ്റെയും പൊതുശത്രുവായ ലാപ്പു ലാപ്പുവിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. ഈ കണക്കുകൂട്ടലോടുകൂടി ഏപ്രിൽ 14 ഹുമബൂൺ രാജാവ് മതം മാറി. കാർലോസ് എന്ന ഒരു പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. കാരണം ആ കാലഘട്ടത്തിൽ സ്പെയിൻ ഭരിക്കുന്നത് ചാൾസ് ഒന്നാമൻ രാജാവാണ്. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ടാണ് കാർലോസ് എന്ന നാമം സ്വീകരിക്കുന്നത്. പക്ഷേ മറ്റ് ചില ചരിത്ര രേഖകളിൽ കാർലോസ് അല്ല, ചാൾസ് എന്നുള്ള പേര് തന്നെയാണ് അദ്ദേഹം ഏറ്റെടുത്തതെന്ന് പരാമർശിക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് കൃത്യമെന്ന് ഉറപ്പില്ല. ഒരുപക്ഷെ കാർലോസും ചാൾസുമാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചാൾസ് മറ്റ് പല സ്ഥലങ്ങളിലും കാർലോസ് എന്ന പേരിലായിരിക്കാം തിരിച്ചറിഞ്ഞത്. ലാപ്പു ലാപ്പു മെക്ടെ എന്ന പേരിൽ അറിയപ്പെടുന്ന സെബുവിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭൂഭാഗമാണ് ഭരിക്കുന്നത്. ലാപ്പു ലാപ്പു മതം മാറാൻ കൂട്ടാക്കിയില്ല എന്ന വാർത്ത മെഗലൻ കേട്ടു. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അരിശം തോന്നി. പക്ഷേ തൻ്റെ ഇത്രയും വലിയ ഒരു സേനയെ ലാപ്പു ലാപ്പു നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹം തൻ്റെ കാൽക്കൽ വീഴുമെന്ന് മെഗലൻ വിശ്വസിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെഗലൻ അദ്ദേഹത്തിൻ്റെ സേനയും കൂട്ടി അവിടേക്ക് പോയി അദ്ദേഹത്തിൻ്റെ സൈനിക ബലം ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ അതിനോട് അദ്ദേഹത്തിൻ്റെ കപ്പലിലുണ്ടായിരുന്ന മറ്റ് പട്ടാളക്കാർക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ കപ്പലിലുണ്ടായിരുന്ന 60ഓളം പേർ മെഗലനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചു. ബാക്കിയുള്ളവർ യാത്ര പുറപ്പെടുന്നില്ല. മെഗലൻ ആ 60 പേരുമായിട്ടാണ് യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഹുമബൂണും അദ്ദേഹത്തിൻ്റെ ഒരു ചെറു സേനയും ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി, ഞാൻ എങ്ങനെയാണ് അവരെ ആക്രമിക്കുന്നതെന്ന് നിങ്ങൾ അവിടെ നിന്ന് കാണുക. നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല, എൻ്റെ 60 പേരുടെ സഹായം മാത്രം മതി. കാരണം ഞങ്ങളെല്ലാം സ്പാനിഷ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ യൂറോപ്യൻസ് ആണ്. യൂറോപ്യൻസ് അതിശക്തരായിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് വളരെ അനായാസമായിട്ട് തന്നെ അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കും. ഇത്തരത്തിൽ വലിയ കൊട്ടിഘോഷവുമൊക്കെ ആയിട്ടാണ് മെഗലൻ മെക്റ്റയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. മെക്റ്റയിൽ അവർ എത്തിച്ചേരുമ്പോൾ നേരം സന്ധ്യയായിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അവർ കപ്പലിൽ നിന്നും ചാടി കുറേ അധികം നേരം നീന്തി. അങ്ങനെ നീന്തിയാണ് അവർ ദ്വീപിൽ എത്തിച്ചേരുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറല്ല, നേരം വെളുക്കുമ്പോൾ യുദ്ധം ചെയ്യാമെന്നാണ് ലാപ്പു ലാപ്പുവിൻ്റെ മെസ്സഞ്ചർ അവർക്ക് സന്ദേശം കൈമാറിയത്. മെഗലന് അതൊരു അത്ഭുതമായിട്ട് തോന്നി. തൻ്റെ ഈ ഒരു സേനയെ കാണുമ്പോൾ ലാപ്പു ലാപ്പു കീഴടങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ യുദ്ധം ചെയ്യാൻ പോലും വരുന്നില്ല. രാത്രിയാണ്, അതുകൊണ്ട് ഇപ്പം യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ നമുക്ക് യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ലാപ്പു ലാപ്പു പറയുന്നു. പക്ഷേ ലാപ്പു ലാപ്പു വെറുതെ തമാശയ്ക്ക് പറഞ്ഞതൊന്നുമല്ല. അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. മെഗലൻ്റെ സ്പാനിഷ് പട അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സമുദ്രം നീന്തിയിട്ടാണ്. കപ്പൽ നേരിട്ട് അവിടേക്ക് അടുക്കുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് നീന്തേണ്ടി വന്നത്. അവരുടെ വസ്ത്രമൊക്കെ നനഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ നല്ല തണുപ്പുമാണ്. ആ തണുപ്പിൽ അവർ ശരിക്കും വിറങ്ങലിച്ചു പോകും. നല്ല രീതിയിൽ ടയേർഡായിട്ടായിരിക്കും അടുത്ത ദിവസം രാവിലെ അവർ കണ്ണു തുറക്കുക. ആ സമയത്ത് അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിവേഗത്തിൽ തന്നെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് ലാപ്പു ലാപ്പു അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. നേരം വെളുത്തപ്പോൾ മെഗലൻ കാണുന്നത് 1500ഓളം വരുന്ന ഒരു വലിയ സേനയാണ്. തൻ്റെ പക്കലുള്ളത് വെറും 60 പേർ മാത്രം. 60 പേർ എങ്ങനെയാണ് 1500 പേരെ തോൽപ്പിക്കുന്നത്? കുറച്ചങ്ങ് മാറി രാജ ഹുമബൂണിൻ്റെ സേനയുണ്ട്. അത് അത്യാവശ്യം എണ്ണത്തിൽ കൂടുതലുള്ള ഒരു സേനയാണ്. അവരെ വേണമെങ്കിൽ വിളിക്കാമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വീമ്പ് പറഞ്ഞിട്ട് ഒടുവിൽ അവരെ കൂടി വിളിച്ചു വരുത്തുന്നത് ഒരു നാണക്കേടായിരിക്കുമെന്ന് മെഗലന് തോന്നി. അങ്ങനെ ഈ 60 സേന ഉപയോഗിച്ച് 1500 പേരെ ആക്രമിക്കാൻ മെഗലൻ തീരുമാനിച്ചു. ഇത് വളരെ തെറ്റായ തീരുമാനമാണെന്ന് ഒട്ടും വൈകാതെ തന്നെ മെഗലന് മനസ്സിലാക്കാൻ സാധിച്ചു. അവർ വളഞ്ഞിട്ട് മെഗലനെ ആക്രമിച്ച് ക്രൂരമായി കൊന്നു. ഒപ്പമുണ്ടായിരുന്ന 60-ൽ കുറേയധികം പേർ അവിടെ തന്നെ മരണമടഞ്ഞു. കുറേ പേർ അവിടെ നിന്നും ഓടി ഹുമബൂൺ രാജാവിൻ്റെ അരികിലെത്തി. ഹുമബൂണിന് അവരെ രക്ഷപ്പെടുത്താനും സാധിച്ചു. മെഗലൻ എന്ന ലോക സഞ്ചാരിയുടെ അന്ത്യം ഇങ്ങനെയായിരുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് ഇതിൻ്റെ പ്രതികാരം ചോദിക്കാനായി 1542-ൽ സ്പെയിൻ മറ്റൊരു കപ്പൽ വ്യൂഹത്തെ ഇതേ പ്രദേശത്തേക്ക് തന്നെ അയച്ചു. 6 കപ്പലുകളുണ്ട്. 6 കപ്പലുകളിലായിട്ട് 400 പടയാളികളുമുണ്ട്. ആ കപ്പലുകളെ നയിക്കുന്നത് ക്യാപ്റ്റൻ വില്ലാലോബസ് ആണ്. 1543-ൽ ഫിലിപ്പീൻസിൻ്റെ ദക്ഷിണ ഭാഗമായ മിൻഡാനോയിലാണ് അവർ എത്തിച്ചേരുന്നത്.
അവിടെ ഒരു ആളൊഴിഞ്ഞ ദ്വീപിൽ അവർ അകപ്പെട്ടു. അവിടെ കാര്യമായിട്ട് അവർക്ക് ഭക്ഷണം ലഭ്യമായിരുന്നില്ല. അവരുടെ പക്കലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ തന്നെയും തീർന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ കപ്പലുകൾക്ക് കാര്യമായിട്ടുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. കേടുപാടുകൾ തീർക്കാതെ മറ്റൊരു ദ്വീപിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അവിടെ കുറച്ച് ദിവസം താമസിച്ച് കേടുപാടുകളൊക്കെ തീർത്തതിന് ശേഷം മാത്രമാണ് അവർ യാത്ര പുറപ്പെടുന്നത്. പക്ഷേ അതിനിടയിൽ പട്ടിണി കാരണം ഒരുപാട് സ്പാനിഷുകാർ അവിടെ വെച്ച് മരണമടഞ്ഞു. വളരെ പണിപ്പെട്ട് സരങ്കാനി എന്ന ആൾതാമസമുള്ള ഒരു ദ്വീപിൽ അവർ എത്തിച്ചേർന്നു. അവിടെ പടയാളികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായിട്ട് യുദ്ധമൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഒരു യുദ്ധവും ചെയ്യാതെ സ്പാനിഷ് പതാക അവിടെ ഉയർത്തിക്കൊണ്ട് സ്പെയിനിൻ്റെ പ്രദേശമായിട്ട് അനൗൺസ് ചെയ്തു. ഈ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രദേശത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്തോനേഷ്യയിലെ മലാക്ക ദ്വീപിലുള്ള പോർച്ചുഗീസുകാരുടെ ചെവിയിലെത്തി. ആ കാലഘട്ടത്തിൽ മലാക്ക പോർച്ചുഗീസ് കോളനിയാണ്. പോർച്ചുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലുള്ള പ്രദേശങ്ങളെല്ലാം പോർച്ചുഗീസുകാർക്ക് കോളനി നിർമ്മിക്കാൻ സാധിക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെ സ്പെയിനിന് ഒരു പ്രസക്തിയുമില്ല. സ്പെയിനിന് വേണമെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളിൽ പോയി കോളനി സ്ഥാപിക്കാം. ഇവിടെ അതിനുള്ള അനുമതിയില്ല. ഈ കാര്യം മെസ്സഞ്ചറിനെ ഉപയോഗിച്ച് ക്യാപ്റ്റൻ വില്ലാലോബസിനെ അറിയിച്ചു. വില്ലാലോബസ് പറഞ്ഞു, അല്ല, ഇത് സ്പെയിനിൻ്റെ അധീനതയിലുള്ള ഒരു ദ്വീപാണ്, ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. നിങ്ങളുടെ കപ്പൽ മാർഗത്തിലൂടെ അല്ല, ഞങ്ങൾ മറ്റൊരു കപ്പൽ മാർഗത്തിലൂടെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. പോർച്ചുഗീസുകാർക്ക് വലിയ രീതിയിലുള്ള അരിശമാണ് ഈ ക്യാപ്റ്റനോട് തോന്നുന്നത്. ക്യാപ്റ്റന് എന്നും അവിടെ തന്നെ നിൽക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം ആ പ്രദേശം കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് ഇനിയും സ്പെയിനിലേക്ക് ഒന്ന് മടങ്ങിപ്പോകണം. സ്പെയിനിലേക്കുള്ള യാത്രക്കിടയിൽ മലാക്കയിലെ പോർച്ചുഗീസ് സേന അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു, കീഴ്പ്പെടുത്തി അദ്ദേഹത്തെ തുറങ്കിലടച്ചു. ഒപ്പമുണ്ടായിരുന്ന മറ്റ് സൈനികരെയും കപ്പലിനെയും അവർ ആദ്യം പോർച്ചുഗീസിലേക്ക് അയച്ചു. പോർച്ചുഗീസിൽ നിന്നും പിന്നീട് അത് സ്പെയിനിലേക്ക് യാത്ര പുറപ്പെട്ടു. അതുകൊണ്ട് തന്നെ വെല്ലാലോബസിൻ്റെ കോളനി അത് ശരിക്കുമുള്ള ഒരു സ്പാനിഷ് കോളനിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിന് അൽപായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതിനൊരു മാറ്റം സംഭവിക്കുന്നത് 1565 മിഗ്വേൽ ലോബസിൻ്റെ കപ്പൽ വ്യൂഹമാണ്. അദ്ദേഹവും സ്പെയിനിൽ നിന്ന് പുറപ്പെട്ട് ഫിലിപ്പീൻസ് കീഴ്പ്പെടുത്താൻ വേണ്ടി എത്തിച്ചേർന്നതാണ്. അദ്ദേഹം കീഴ്പ്പെടുത്തുന്നത് ഫിലിപ്പീൻസിൻ്റെ മധ്യ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളെയാണ്. ആ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തി അദ്ദേഹം സ്പാനിഷ് ഈസ്റ്റ് ഇൻഡീസ് സ്ഥാപിച്ചു. പിന്നീട് 19-ാം നൂറ്റാണ്ട് വരെ ഈ മേഖല സ്പെയിനിൻ്റെ അണ്ടറിലായിരുന്നു. ആദ്യം കുറച്ച് സെൻട്രൽ ദ്വീപുകൾ മാത്രമാണ് അദ്ദേഹം കീഴ്പ്പെടുത്തിയത്. എന്നാൽ പതുക്കെ പതുക്കെ അടുത്തുള്ള മറ്റ് ദ്വീപുകളും അദ്ദേഹം കീഴ്പ്പെടുത്താൻ തുടങ്ങി. അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിൽ സ്പെയിനിൽ നിന്നും ഒരുപാട് കപ്പലുകൾ ഇവിടെ എത്തിച്ചേർന്നു. ആ കപ്പലുകളിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് തടവ് പുള്ളികളാണ്. സ്പെയിനിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള തടവ് പുള്ളികൾ. അവർക്ക് ഒന്നെങ്കിൽ ജയിൽവാസം കൊടുക്കും, അല്ലെങ്കിൽ ഇത്തരത്തിൽ സാഹസികമായിട്ടുള്ള യാത്രകൾക്ക് അയക്കുന്നതാണ് പതിവ്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരുപാട് ആളുകൾ എത്തിച്ചേരാൻ തുടങ്ങി. അവരവിടുത്തെ സംസ്കാരം തന്നെ പൊളിച്ചെഴുതി. കാത്തലിക് സഭ അവിടെ ശക്തമായിട്ട് വളർന്നു വന്നു. അവിടെ സഭ ഒരുപാട് പള്ളികൾ സ്ഥാപിച്ചു, പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. അവിടുത്തെ ജീവിതചര്യയിൽ തന്നെ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഫിലിപ്പീൻസ് അവിടെ എത്തിച്ചേർന്ന സ്പാനിഷ് കുറ്റവാളികളാൽ വേട്ടയാടപ്പെട്ടു. എന്നും വേട്ടയാടലിന് നിന്നു കൊടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. പല രീതിയിലുള്ള അട്ടിമറി ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് 1587 നടന്ന ഒരു ശ്രമം. ഡാറ്റസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് ചെറു രാജാക്കന്മാരുണ്ട്. അത്തരത്തിൽ ചില രാജാക്കന്മാർ കൂടിച്ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി. ബാഹ്യമായിട്ടുള്ള ശക്തികളുടെ സഹായത്താൽ സ്പെയിനെ അട്ടിമറിക്കുകയാണ് ലക്ഷ്യം. അതിനുവേണ്ടി ചില സന്ദേശവാഹകരെ അവർ ബ്രൂണോയിലേക്കും ജപ്പാനിലേക്കും അയച്ചു. പക്ഷേ പദ്ധതി പ്ലാൻ ചെയ്ത് അധികം വൈകുന്നതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങളൊക്കെ സ്പെയിൻകാരുടെ ചെവിയിലെത്തിച്ചേർന്നു. ശരിക്കും ഒറ്റുകൊടുക്കുകയായിരുന്നു ഈ ഡാറ്റസിൻ്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് ചില ഫിലിപ്പീനികൾ. അതിനെ തുടർന്ന് ഈ പദ്ധതിയുടെ തുടക്കഘട്ടത്തിൽ തന്നെ അവരെയൊക്കെ ജയിലിലാക്കാനും പിന്നീട് കൊന്നുകളയാനും ഇവർക്ക് സാധ്യമായി. ഫിലിപ്പീൻസ് അടക്കി ഭരിക്കുന്ന സ്പെയിനിന് ഭരണം അത്ര എളുപ്പമായിരുന്നില്ല. ബാഹ്യമായിട്ടുള്ള ഒരുപാട് ഇടപെടലുകളും അവിടെ ഉണ്ടായിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ജപ്പാനുമായിട്ട് ഒന്ന് കൊമ്പുകോർത്തു. എന്നാൽ പിന്നീട് അവരുമായിട്ട് ഒരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചെടുക്കാനും ഇവർക്ക് സാധ്യമായി. ധാരാളമായി വ്യാപാര ബന്ധങ്ങൾ ഇവർ നടത്തിയിരുന്നു. ഫിലിപ്പീൻസിൻ്റെ ദക്ഷിണ ഭാഗത്തുണ്ടായിരുന്ന മുസ്ലിം സുൽത്താനേറ്റുകൾ
ആ കാലഘട്ടത്തിലൊന്നും സ്പെയിനിൻ്റെ ഭാഗമായിരുന്നില്ല. അവർ പല ഘട്ടങ്ങളിലായി സ്പെയിനെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ബ്രൂണൈ, ഗുയാൻ, സുലു സുൽത്താനേറ്റുകളാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടും അല്ലാതെ ഒന്നിച്ച് കൂട്ടമായിട്ടുമൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു പോവുകയായിരുന്നു. ഡച്ചുകാർ അല്ലെങ്കിൽ നെതർലൻഡ്സുമായിട്ട് ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളാണ് സ്പെയിനിനെ ഏറ്റവും കൂടുതൽ വലച്ചത്. ആ കാലഘട്ടത്തിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വിശ്വാസങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. രണ്ടും ക്രിസ്തുമതം തന്നെയാണ്. പക്ഷേ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഡച്ച് കേന്ദ്രീകരിച്ചുണ്ടായിരുന്നത്. അതേസമയം സ്പെയിൻകാർ പൂർണ്ണമായിട്ടും കാത്തലിക് സഭയുടെ കീഴിൽ വരുന്ന ക്രിസ്ത്യൻസ് ആയിരുന്നു. ആ ഭിന്നതകളുടെ പേരിലാണ് രണ്ട് കൂട്ടരും യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. ഫിലിപ്പീൻസ് കേന്ദ്രീകരിച്ചിട്ടുള്ള സ്പാനിഷ് കോളനിയെയും നിരന്തരമായി ഡച്ചുകാർ ആക്രമിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ സ്പെയിനിന് സാധ്യമായി. കൂടാതെ ചൈനയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട്. അതിനെയും വളരെ അനായാസമായിട്ട് തന്നെയാണ് സ്പെയിൻ അതിജീവിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിലും സ്പെയിനിന് ഈ ഒരു ഫിലിപ്പീൻസിനെ കൊണ്ട് വലിയ സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള ഒരു കടബാധ്യതയിലേക്ക് പോവുകയും ചെയ്തു. അവർക്ക് അതേസമയം സൗത്ത് അമേരിക്കയിൽ നിന്നും വലിയ രീതിയിലുള്ള പണമാണ് സമ്പാദിക്കാൻ സാധിച്ചത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയെടുക്കുന്ന ധാന്യങ്ങൾ അത് അവിടുത്തെ ആവശ്യത്തിന് പോലും തികയുന്നില്ല. അവിടെ ഒരുപാട് ഫോർട്ടുകൾ നിർമ്മിക്കണം. കാരണം ഒരുപാട് ചെറു ദ്വീപുകളാണല്ലോ ഉള്ളത്. മിക്ക ദ്വീപുകളിലും ഫോർട്ടുകൾ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്, വലിയ ടവറുകൾ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്, മിലിറ്ററി ബേസുകൾ നിർമ്മിക്കണം. അതിനൊക്കെ വലിയ പണം ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ ആ ചിലവഴിക്കുന്ന പണം ഫിലിപ്പീൻസിൽ നിന്നും അവർക്ക് ലഭ്യമാകുന്നില്ല. ഇത് മറികടക്കാനായിട്ട് അവിടെ ഒരു ഭൂപരിഷ്കരണ നിയമം തന്നെ കൊണ്ടുവന്നു. അവിടെയുള്ള സകല ഭൂമിയും ഇനി രാജാവിൻ്റെ കയ്യിലാണ്. അതായത് സ്പെയിനിലെ രാജാവിൻ്റെ കയ്യിലാണ്. ബാക്കിയുള്ള ആളുകൾ രാജാവ് പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ കൃഷി ചെയ്യണം. രാജാവ് പറയുന്നത് എന്തായിരിക്കും? രാജാവിന് സാമ്പത്തികമായിട്ട് പ്രയോജനമുള്ള കാര്യങ്ങൾ കൃഷി ചെയ്യാനായിരിക്കും. അതായത് ഫിലിപ്പീൻസിന് ഭക്ഷിക്കാൻ ആവശ്യമുള്ള അരി അവിടെ കൃഷി ചെയ്യാതെയായി. വലിയ രീതിയിലുള്ള ദാരിദ്ര്യമാണ് ആ കാലഘട്ടങ്ങളിലൊക്കെ ഫിലിപ്പീൻസിലുള്ള സാധാരണക്കാർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ധാന്യമണികൾ കൃഷി ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള നെൽപ്പാടങ്ങളുണ്ട്. പക്ഷേ അവിടെ കൃഷി ഇറക്കാനുള്ള അധികാരം അവർക്കില്ല. ബ്രിട്ടീഷുകാർക്ക് മനില കീഴ്പ്പെടുത്തണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. 18-ാം നൂറ്റാണ്ടായപ്പോൾ അവർ ഇന്ത്യ നല്ല രീതിയിൽ ഭരിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു വ്യാപനം മനിലയിൽ കൂടി കൊണ്ടുവരണമെന്നായി അവരുടെ ആഗ്രഹം. അതിൻ്റെ ഭാഗമായി 1762 സെപ്റ്റംബർ മാസം 24-ാം തീയതി ഒരു വലിയ കപ്പൽ വ്യൂഹത്തെ തന്നെ മനിലയിലേക്ക് അയച്ചു. ഏകദേശം 2 ആഴ്ചയോളം നീണ്ടുനിന്ന യുദ്ധമാണ്. ഒക്ടോബർ 6-ാം തീയതിയാണ് ആ യുദ്ധം അവസാനിക്കുന്നത്. ആ യുദ്ധത്തിൽ മനില കീഴ്പ്പെടുത്താൻ ബ്രിട്ടീഷ് സേനയ്ക്ക് സാധ്യമായി. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് ആ പ്രദേശം ഭരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. സ്പെയിൻകാർ തന്നെ ഭരിക്കട്ടെ, പക്ഷേ അവർക്ക് കപ്പം കൊടുക്കണം. ഇന്നത്തെ 40 ലക്ഷം അമേരിക്കൻ ഡോളേഴ്സ് മൂല്യം വരുന്ന തുകയാണ് ആവശ്യപ്പെട്ടത്. അത്രയും വലിയ തുക കൊടുക്കാൻ അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സേന ഇവിടെ തുടരാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾക്കിവിടെ തുടരാം, പണം പൂർണ്ണമായിട്ടും കിട്ടിയതിന് ശേഷം മാത്രം ഇവിടെ നിന്ന് പോയാൽ മതി. കുറച്ച് നാൾ വേണ്ടി വരും, എങ്കിൽ മാത്രമേ നിങ്ങളുടെ പണം പൂർണ്ണമായിട്ടും തരാൻ സാധിക്കുകയുള്ളൂ. ബ്രിട്ടീഷുകാർക്ക് അത് സ്വീകാര്യമായിരുന്നു. ഈ കാലഘട്ടത്തിൽ മനില ഭരിക്കുന്നത് സ്പാനിഷ് ഗവർണറായ മാനുവൽ റോഹോ ആണ്. മാനുവൽ റോഹോയെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് ഒരു സാധാരണ ചീഫായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി നേരിട്ട് വന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് സൈമൺ ഡെ ആൻഡ എന്നാണ്. അദ്ദേഹവും സ്പാനിഷുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ചുമതല ബോണ്ടോറാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം മനിലയുടെ ഗവർണർ ജനറൽ സ്ഥാനം തനിക്ക് തരിക എന്നതാണ്. നിലവിൽ റോഹോയ്ക്ക് അവിടെ കാര്യമായിട്ടുള്ള അധികാരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തന്നിലേക്ക് ആ അധികാരം പകർന്നു തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ റോഹോയ്ക്ക് അതൊട്ടും സ്വീകാര്യമായിരുന്നില്ല. അതിനെ തുടർന്ന് സൈമൺ ബ്രിട്ടീഷുകാരെ തന്നെ നേരിട്ട് കണ്ടു. പക്ഷേ ബ്രിട്ടീഷുകാർക്കും റോഹോയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം റോഹോ അവർക്ക് പറ്റിയൊരു ആളാണ്. അവർ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ റോഹോ ചെയ്യുന്നുണ്ട്. പിന്നെന്തിനാണ് റോഹോയെ മാറ്റി സൈമണിനെ ആക്കുന്നത്? സൈമൺ ഒരു ചെറിയ യുദ്ധത്തിനൊക്കെ മുതിരാൻ ശ്രമിച്ചു. പക്ഷേ ഇത് ബ്രിട്ടീഷുകാർ അറിയുന്നില്ല. അദ്ദേഹം രഹസ്യമായിട്ട് 10,000-ഓളം വരുന്ന ഒരു സേനയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ റോഹോ മരണമടഞ്ഞു. റോഹോയുടെ മരണം സംഭവിച്ചതിനെ തുടർന്ന് സൈമണിന് പിന്നീട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ സ്വമേധയാ സൈമണിനെ അവിടുത്തെ ജനറലാക്കി മാറ്റി. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഒരു വലിയ യുദ്ധം
അങ്ങ് യൂറോപ്പിൽ ബ്രിട്ടീഷുകാരും സ്പെയിനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ യുദ്ധത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഫിലിപ്പീൻസ് നിൽക്കുന്ന ഈ പ്രദേശം സ്പെയിനുകാർക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ തീരുമാനമായി. അതിനെ തുടർന്നാണ് ബ്രിട്ടീഷുകാർ അവിടെ നിന്നും പിന്മാറുന്നത്. സ്പെയിൻകാർക്ക് അവരുടെ ഫിലിപ്പീൻസ് വീണ്ടും തിരികെ കിട്ടി. പിന്നീടുള്ള കാലഘട്ടം വ്യവസായവൽക്കരണമാണ്. ലോകം മുഴുവനും പ്രത്യേകിച്ചും യൂറോപ്പ് കേന്ദ്രീകരിച്ചിട്ടുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ആ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് വേണം. ആ റോ മെറ്റീരിയൽസ് കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഫിലിപ്പീൻസ്. ഇതുവരെ സ്പെയിനിൻ്റെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കോളനിയാണ് ഫിലിപ്പീൻസ് എങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ കടന്നുവരവോടുകൂടി ഫിലിപ്പീൻസ് വൻ ലാഭത്തിലാകാൻ തുടങ്ങി. ഇത് ഫിലിപ്പീൻസിൽ പുതിയൊരു ക്ലാസ് രൂപീകരണപ്പെടാൻ കാരണമായി. മിഡിൽ ക്ലാസ് ധാരാളമായി ഉണ്ടായി. മിഡിൽ ക്ലാസ്സിന് ആവശ്യമായിട്ടുള്ള പണം അവിടെ നിന്നും സമ്പാദിക്കാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായി അവരുടെ മക്കളെ അവർ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി അയക്കാൻ സാധിച്ചു. അവിടെ എത്തിച്ചേർന്ന പുതിയ തലമുറയ്ക്ക് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ലോകത്തെയാണ് കാണാൻ സാധിച്ചത്. തങ്ങളുടെ ഫിലിപ്പീൻസ് പോലെയല്ല ഇവിടെ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നുണ്ട്, അമേരിക്കൻ വിപ്ലവം നടക്കുന്നുണ്ട്. അവർക്കൊക്കെ സ്വാതന്ത്ര്യമാണ് ആവശ്യം. ഞങ്ങളുടെ നാട്ടിൽ അത് ആർക്കും ആവശ്യമില്ല. ഫിലിപ്പീൻസ് എന്നും അടിമകളെ പോലെ ഈ സ്പാനിഷുകാരുടെ അടിയിൽ കഴിഞ്ഞുകൂടുകയാണ്. ഇങ്ങനെ ഒരു യുവതലമുറ വളർന്നു വന്നതോടുകൂടി ഫിലിപ്പീൻസിൻ്റെ തലവര തന്നെ മാറുകയായിരുന്നു. അവിടെ പോയി വിദ്യാഭ്യാസത്തിന് ശേഷം മടങ്ങിയെത്തിയ ഈ യുവതലമുറ പുതിയ റവല്യൂഷന് തുടക്കം കുറിച്ചു. ഫിലിപ്പീൻസ് റവല്യൂഷൻ. ആ റവല്യൂഷൻ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ടിട്ടാണ് ആരംഭിക്കുന്നത്. പക്ഷേ പിന്നീട് അതിനൊരു യൂണിറ്റി ഉണ്ടായി. സ്പെയിന് ആദ്യഘട്ടത്തിൽ അതിനെയൊക്കെ അടിച്ചമർത്താൻ സാധിച്ചുവെങ്കിൽ പോലും റവല്യൂഷൻ കൊടുമ്പിരി കൊണ്ടതോടുകൂടി ഒരു ഗതിയുമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്തി. പാമ്പ് കടിച്ചവൻ്റെ തലയിൽ ഇടുത്തി വീണെന്ന് പറയുന്നത് പോലെ സ്പെയിന് മറ്റൊരു സ്ഥലത്തു നിന്നും കനത്ത പ്രഹരം ഇതേ സമയത്ത് തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നു. സംഭവം സൗത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയിലെ മറ്റൊരു രാജ്യമായ ക്യൂബയും ആ കാലഘട്ടത്തിൽ സ്പെയിനിൻ്റെ ഒരു കോളനിയാണ്. ക്യൂബയിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മുറവിളി ഉയർന്നു കേട്ടു. ഒരേ സമയം രണ്ട് സ്ഥലത്ത് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഫിലിപ്പീൻസിനെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സ്പെയിൻ എത്തിച്ചേർന്നു. സ്പെയിന് താൽക്കാലികമായിട്ടെങ്കിലും സ്വാതന്ത്ര്യം ലഭ്യമായി. താൽക്കാലികമായി ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. എമീലിയോ അഗ്യുനാൽഡോയുടെ കീഴിലാണ് ആ സർക്കാർ അധികാരത്തിലേറുന്നത്. താൽക്കാലിക സർക്കാരാണ്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക, അടുത്ത സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള എലക്ഷൻ നടപ്പിലാക്കുക. 1899 ജനുവരി മാസം 21 എലക്ഷൻ നടന്നു. ഒരു അത്ഭുതത്തിനും വകയുണ്ടായിരുന്നില്ല. എമീലിയോ അഗ്യുനാൽഡോ തന്നെ ആദ്യത്തെ പ്രസിഡൻ്റായി അധികാരത്തിലേറി. പക്ഷേ ഇതിന് തൊട്ടു മുമ്പത്തെ വർഷം 1898 സ്പെയിൻ ഫിലിപ്പീൻസ് പോലും അറിയാതെ ഒരു ചതി നടത്തി. അവർ ഫിലിപ്പീൻസിന് സ്വാതന്ത്ര്യം നൽകി പോയി എന്നൊക്കെയാണ് ഫിലിപ്പീൻസിനെ അറിയിച്ചത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അവർ അമേരിക്കയ്ക്ക് ഈ ഫിലിപ്പീൻസിനെ വിറ്റു. ഇന്നത്തെ 2 കോടി അമേരിക്കൻ ഡോളേഴ്സ് മൂല്യം വരുന്ന തുകയ്ക്കാണ് വിറ്റത്. അതായത് പുതിയതായിട്ട് എമീലിയോ അധികാരത്തിലേറിയിരിക്കുന്നത് അമേരിക്കയുടെ സ്ഥലത്താണ്. അമേരിക്കയ്ക്ക് ആ അധികാരത്തെ വകവെച്ച് കൊടുക്കാൻ സാധിക്കുകയില്ല. കാരണം അവർ കോടികൾ കൊടുത്ത് വാങ്ങിച്ച പ്രദേശമാണ്. നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ എലക്ഷൻ ഞങ്ങൾ സാധുവായിട്ട് എടുക്കുന്നില്ലെന്ന് അമേരിക്ക പ്രസ്താവിച്ചു. പക്ഷേ അതിനെ അങ്ങനെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ എമീലിയോയ്ക്കും എമീലിയോയുടെ സർക്കാരിനും സാധിക്കുമായിരുന്നില്ല. അവർ ധീരമായിട്ട് തന്നെ പോരാടി. ജനറൽ ആർതർ മക്കാർത്തിയുടെ കീഴിലുള്ള സേനയുമായിട്ടായിരുന്നു എമീലിയോയ്ക്ക് കൊമ്പ് കോർക്കേണ്ടി വന്നത്. വളരെ അനായാസമായിട്ടാണ് ആർതർ മക്കാർത്തി ഫിലിപ്പീൻസ് കീഴ്പ്പെടുത്തിയത്. ഫിലിപ്പീൻസ് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ ഏകാധിപത്യം നടപ്പിലാക്കാൻ വന്നവരല്ല. സ്പെയിൻകാരെ പോലുള്ള ആളുകളല്ല ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുക എന്നതാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ അതിന് പ്രാപ്തരായിരിക്കണം. അപ്രകാരം നിങ്ങളെ വളർത്തിയെടുക്കുക മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം. 1899 അമേരിക്കയുടെ ഒരു ടെറിട്ടറിയായി മാറിയ ഫിലിപ്പീൻസ് പിന്നീട് 1946 വരെ ആ ഗതിയിൽ തന്നെ തുടർന്നുപോയി. അമേരിക്ക ഫിലിപ്പീൻസിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നടപ്പിലാക്കി.
അവിടുത്തെ സ്കൂൾ വ്യവസ്ഥയൊക്കെ മാറ്റി അമേരിക്കൻ മോഡലിലുള്ള സ്കൂളുകൾ സ്ഥാപിച്ചു. 1907 ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് നടപ്പിലാക്കി. അവിടെ ഒരു അപ്പർ ഹൗസും ഒരു ലോവർ ഹൗസും ഉണ്ട്. ലോവർ ഹൗസിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നത്. ഈ ലോവർ ഹൗസിന് മുകളിലുള്ളത് അപ്പർ ഹൗസാണ്. ആ അപ്പർ ഹൗസിലേക്ക് ഒരു തെരഞ്ഞെടുപ്പും ഉണ്ടായിരിക്കുന്നതല്ല. അവിടെ അധികാരത്തിലുണ്ടായിരിക്കുന്നത് ഒരു ഫിലിപ്പിയൻകാരനായ ഒരു കമ്മീഷനായിരിക്കും. ആ കമ്മീഷൻ്റെ ഉത്തരവാണ് അന്തിമം. അതിന് താഴെയുള്ള ലോവർ ഹൗസിന് ചില റെസൊല്യൂഷനുകൾ പാസ്സാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ റെസൊല്യൂഷനുകൾ നടപ്പിലാക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഫിലിപ്പിയൻ കമ്മീഷനാണ്. അതിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റുമാണ്. തുടർന്നുള്ള ഓരോ വർഷങ്ങളിലും ഫിലിപ്പീൻസ് ലോവർ ഹൗസ് ഓരോ റെസൊല്യൂഷൻ വീതം പാസ്സാക്കും. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടാണ് ഓരോ റെസൊല്യൂഷനും നടപ്പിലാക്കുന്നത്. പക്ഷേ അതൊന്നും അപ്പർ ഹൗസ് ചെവിക്കൊണ്ടില്ല. ഒടുവിൽ 1921 അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുണ്ടായി. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആണ്. അദ്ദേഹം പറയുന്നത് നിലവിൽ ഫിലിപ്പീൻസ് സ്വാതന്ത്ര്യം നേടാൻ പൂർണ്ണമായിട്ടും അർഹതയുള്ളവരാണെന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് ആ അഭിപ്രായമായിരുന്നില്ല ഉണ്ടായിരുന്നത്. വുഡ്രോ വിൽസന് ശേഷം വന്ന അമേരിക്കൻ പ്രസിഡൻ്റായ വാരൻ ഹാർഡിങ്, അദ്ദേഹം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായി ഒരു കമ്മീഷനെ നിയമിച്ചു. കമ്മീഷൻ കുറേയധികം നാൾ പഠനങ്ങൾ നടത്തിയതിന് ശേഷം സ്വാതന്ത്ര്യം കൊടുക്കാനും മാത്രമുള്ള മെച്യൂരിറ്റി ആ സമൂഹത്തിനില്ല, ഇനിയും പലതും പഠിക്കാനുണ്ടെന്നുള്ള ഒരു റിസൾട്ടാണ് അമേരിക്കൻ പ്രസിഡന്റിന് കൈമാറിയത്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1935 പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷനോടൊപ്പം തന്നെ ഒരു ഉറപ്പും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1946 ജൂലൈ മാസം 4-ാം തീയതി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതാണ്, പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം. ഇതിനിടയിൽ 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിൽ ഫിലിപ്പീൻസിൻ്റെ അയൽരാജ്യമായ ജപ്പാൻ ജർമ്മനിയോട് ചേർന്നാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷേ അതിനു മുമ്പ് നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ ഭാഗമായിരുന്നില്ല, ജർമ്മനിക്കെതിരെയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ഇങ്ങനൊരു മാറ്റം ഉണ്ടാവാനുള്ള കാര്യകാരണങ്ങൾ ഞാൻ ഇവിടെ വിശകലനം ചെയ്യുന്നില്ല. കാരണം മുൻപ് ജപ്പാൻ്റെ ചരിത്രം വിവരിച്ച വീഡിയോയിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ജപ്പാൻ്റെ ഈ മാറ്റം ഫിലിപ്പീൻസിനെയും അമേരിക്കയും വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. അമേരിക്ക ഈ ഘട്ടത്തിലൊന്നും യുദ്ധത്തിൽ ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിലിപ്പീൻസും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമല്ല. പക്ഷേ അതിനൊരു മാറ്റമുണ്ടാകുന്നത് ജപ്പാൻ്റെ ഒരു ആക്രമണം കാരണമാണ്. 1941 അമേരിക്കയുടെ നേവൽ ബേസ് ആയിട്ടുള്ള പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു. പേൾ ഹാർബറിൽ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുന്നത് ഫിലിപ്പീൻസിൻ്റെ ഭാഗത്തു നിന്നാണെന്ന് ജപ്പാന് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ജപ്പാൻ്റെ വളരെ അടുത്തുള്ള അമേരിക്കയുടെ ബേസ് സ്ഥിതി ചെയ്യുന്നത് ഈ ഫിലിപ്പീൻസ് ആണ്. ഫിലിപ്പീൻസ് നിലവിൽ അമേരിക്കയുടെ ഒരു ടെറിട്ടറി കൂടിയാണ്. അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ അവർ ഫിലിപ്പീൻസിനെയും ആക്രമിക്കാൻ തുടങ്ങി. ആ ഘട്ടത്തിൽ ഫിലിപ്പീൻസിൽ ഭരിച്ചിരുന്നത് അമേരിക്കൻ ജനറലായിട്ടുള്ള ഡഗ്ലസ് മക്കാർത്തിയാണ്. മുൻപ് ഞാൻ പറഞ്ഞ ആർതർ മക്കാർത്തിയുടെ മകനാണ് ഡഗ്ലസ് മക്കാർത്തി. അതിശക്തമായിട്ടുള്ള ഒരു യുദ്ധമാണ് പിന്നീട് ഫിലിപ്പീൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള യുദ്ധം. 1942 ജനുവരി മാസം 2-ാം തീയതി മനിലയും പിന്നീട് ഫിലിപ്പീൻസ് പൂർണ്ണമായിട്ടും ജപ്പാൻ കീഴ്പ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്ന ഡഗ്ലസ് മക്കാർത്തി അവിടെ നിന്നും അമേരിക്കയിലേക്ക് പലായനം ചെയ്തു. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഫിലിപ്പീൻസിലെ പപ്പറ്റ് പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററുമായിരുന്ന ഫിലിപ്പീൻസ് വംശജരായിട്ടുള്ള 2 വ്യക്തികളും അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പലായനം ചെയ്യുന്നുണ്ട്. പക്ഷേ പട്ടാളക്കാരെല്ലാം അവിടെ കുടുങ്ങിപ്പോയി. ഏകദേശം 60,000-ഓളം വരുന്ന പട്ടാളക്കാരാണ് ഫിലിപ്പീൻസിൽ ആ ഘട്ടത്തിൽ ജപ്പാൻ പട ആ പ്രദേശം കീഴ്പ്പെടുത്തുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും ഫിലിപ്പീൻസുകാരായിട്ടുള്ള പട്ടാളക്കാരാണ്. കുറച്ച് പേർ മാത്രമാണ് അമേരിക്കൻ വംശജരായിട്ടുള്ള പട്ടാളക്കാരുള്ളത്. അതിക്രൂരമായ രീതിയിലാണ് ഈ 80,000 പേരെയും അടുത്തുള്ള പ്രിസൺ ക്യാമ്പിലേക്ക് ജാപ്പനീസ് പട്ടാളം കൊണ്ടുപോയത്. ജാപ്പനീസുകാർ എതിരാളികളെ, കീഴടങ്ങിയ എതിരാളി പട്ടാളക്കാരെ അതിക്രൂരമായിട്ടാണ് പ്രഹരിക്കുക. അവർക്ക് ഒരു രീതിയിലുള്ള മനുഷ്യാവകാശവും കൊടുക്കുകയില്ല. ഈ 60,000-ഓളം വരുന്ന പട്ടാളക്കാരെ നടത്തിക്കൊണ്ടാണ് അവർ 106 കിലോമീറ്റർ അകലെയുള്ള പ്രിസൺ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. പല ഗ്രൂപ്പുകളായിട്ടാണ് ഈ പട്ടാളക്കാരെ പ്രിസൺ ക്യാമ്പിലേക്ക് കൊണ്ടുപോയത്.
അതിൽ ചില ഗ്രൂപ്പുകൾ ആദ്യത്തെ 5 ദിവസം കൊണ്ട് തന്നെ പ്രിസൺ ക്യാമ്പിൽ എത്തിച്ചേർന്നു. മറ്റ് പല ഗ്രൂപ്പുകൾക്കും 10 ദിവസങ്ങൾ വരെ വേണ്ടി വന്നു അവിടെ എത്തിച്ചേരാൻ. ഇതിനിടയിൽ അവർക്ക് ഒരു രീതിയിലുള്ള ഭക്ഷണവും കൊടുത്തിരുന്നില്ല. വളരെ വിരളമായി മാത്രം അല്പം വെള്ളം കുടിക്കാൻ കൊടുത്തിരുന്നു. തളർന്നു വീഴുന്ന പട്ടാളക്കാരെ അതിക്രൂരമായിട്ടാണ് ജാപ്പനീസ് പട്ടാളം മർദ്ദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങ് പ്രിസൺ ക്യാമ്പിൽ എല്ലാ പട്ടാളക്കാർക്കും എത്തിച്ചേരാൻ സാധിച്ചില്ല. 600 അമേരിക്കൻ പട്ടാളക്കാർ അതിനു മുമ്പ് തന്നെ മരണമടഞ്ഞിരുന്നു. 15,000-ഓളം വരുന്ന ഫിലിപ്പീനി പട്ടാളക്കാരും മരിച്ചുപോയി. അവശേഷിക്കുന്നവർക്ക് മാത്രം പ്രിസൺ ക്യാമ്പിലെ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ജാപ്പനീസ് സേന ഫിലിപ്പീൻസ് കീഴടക്കിയതിന് ശേഷം അവർ അവിടെ ഒരു പപ്പറ്റ് ഗവൺമെൻറ് സ്ഥാപിച്ചു. അതായത് അവർ പറയുന്നതനുസരിച്ച് ഒരു പാവയെ പോലെ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്. അതാണ് ഫിലിപ്പീൻസ് എക്സിക്യൂട്ടീവ് കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പട്ടാളക്കാരെ മാത്രമല്ല ക്രൂരമായിട്ട് പീഡിപ്പിച്ചത്, അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പോലും ക്രൂരമായിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങി. അവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ജോലി ചെയ്യിപ്പിച്ചു. അവിടെയുള്ള സ്ത്രീകളെയും കൊച്ചു കുട്ടികളെയും അവർ അവരുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഫിലിപ്പീനികൾ വെറുതെ ഇരുന്നില്ല. അവർക്ക് നേരിട്ട് ആക്രമിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ അവർ ഇൻഡയറക്റ്റ്ലി ആക്രമിച്ചു. ഗൊറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര്. ആ യുദ്ധകാലഘട്ടത്തിൽ മൊത്തം 3 ലക്ഷത്തോളം വരുന്ന ഫിലിപ്പീനികളാണ് ഗൊറില്ല യുദ്ധത്തിൻ്റെ ഭാഗമായി മാറിയത്. ഫിലിപ്പീനിൽ കുടുങ്ങിക്കിടക്കുന്ന അമേരിക്കൻ പട്ടാളക്കാരെ സംരക്ഷിക്കാനായി അമേരിക്ക ശ്രമിച്ചുകൊണ്ട് തന്നെയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഫിലിപ്പീനികളും അമേരിക്കക്കാർക്ക് പ്രിയപ്പെട്ടതാണ്. അവരെയും രക്ഷപ്പെടുത്തണം. അതിൻ്റെ ഭാഗമായി 1944 ഒക്ടോബർ മാസത്തിൽ കിഴക്ക് നിന്നും ഒരു വലിയ കപ്പൽ വ്യൂഹം ഫിലിപ്പീൻ ലക്ഷ്യമാക്കി വന്നു. ഫിലിപ്പീൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് അടുക്കുന്നത് കണ്ടിട്ട് തന്നെ ജാപ്പനീസ് കപ്പൽ വ്യൂഹങ്ങൾ ഉത്തരഭാഗത്തു നിന്നും ഇവരെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അമേരിക്കയുടെ കപ്പൽ അതിശക്തമായിട്ടുള്ള ഒരു കപ്പൽ വ്യൂഹമാണെന്ന് ജപ്പാൻ സേനയ്ക്ക് മനസ്സിലായതിനെ തുടർന്ന് അവർ അവിടെ നിന്നും പിൻവാങ്ങുകയായിരുന്നു. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നേരിട്ടുള്ള കപ്പൽ യുദ്ധം ഇതാണ്. ഈ കപ്പൽ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ലിയറ്റ് ഗൾഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫിലിപ്പൈൻ്റെ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ അമേരിക്കൻ പടക്കപ്പലുകൾ എത്തിച്ചേർന്നത് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഫിലിപ്പൈൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുണ്ടായിരുന്ന ഒരു കപ്പൽ വ്യൂഹം, ജാപ്പനീസ് കപ്പൽ വ്യൂഹമാണ്. ഇത് നയിക്കുന്നത് കുറിട്ട ടക്കോയി എന്ന് പറയുന്ന ഒരു കപ്പിത്താനാണ്. അദ്ദേഹത്തിൻ്റെ കപ്പൽ വ്യൂഹങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ഫിലിപ്പീൻ മധ്യ മേഖലകളിൽ ഉണ്ടായിരുന്ന ഇടനാഴികളിലൂടെ കപ്പലുകളെ അയച്ച് അമേരിക്കൻ ആക്രമണത്തെ ചെറുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അമേരിക്കൻ വിമാനങ്ങളും ഏന്തി വന്നിരുന്ന ചില കപ്പൽ കൂടി അമേരിക്കയുടെ ഒപ്പം ഉണ്ടായിരുന്നു. ആ വിമാനങ്ങളെ ഉപയോഗിച്ചിട്ട് ഈ കപ്പലുകളെയൊക്കെ തുരത്താൻ അമേരിക്കയ്ക്ക് സാധ്യമായി. ഈ കാര്യങ്ങളൊന്നും അറിയാതെ അമേരിക്കയിലെ പേൾ ഹാർബറിൽ നിന്നും ജപ്പാനിലേക്ക് യാത്ര പുറപ്പെട്ട ജാപ്പനീസ് പടക്കപ്പലുകൾ നേരെ എത്തപ്പെടുന്നത് ഈ അമേരിക്കൻ സേനയുടെ മുൻപിലേക്കായിരുന്നു. മാർച്ച് മാസം 3-ാം തീയതി ആയപ്പോൾ അമേരിക്ക കരയിലേക്ക് അടുത്തു. കടലിലുണ്ടായിരുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് കരയിലുണ്ടായിരുന്ന ജാപ്പനീസ് സൈനികരെ ആക്രമിക്കാൻ തുടങ്ങി. ആ ആക്രമണത്തിൻ്റെ ഒടുവിൽ അമേരിക്ക വിജയിക്കുകയും ഫിലിപ്പീൻസ് വീണ്ടും അമേരിക്കയുടെ ഒരു ടെറിട്ടറി ആയിട്ട് മാറുകയും ചെയ്തു. 1945 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് ജപ്പാൻ കീഴടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മുൻപ് അമേരിക്ക പറഞ്ഞതുപോലെ 1946 ജൂലൈ മാസം 4-ാം തീയതി ഫിലിപ്പീൻസിന് സ്വാതന്ത്ര്യം ലഭ്യമായി. 1946-48 കാലയളവിൽ ഫിലിപ്പീൻസിൻ്റെ പ്രസിഡൻ്റായിരുന്ന മാനുവൽ റോക്സസിലൂടെ ഫിലിപ്പീൻസ് അവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വീണ്ടെടുക്കാൻ ശ്രമിച്ചു തുടങ്ങി. അതിന് ധാരാളമായി പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആ പണം അവർക്ക് ലഭ്യമാക്കിയത് അമേരിക്കയാണ്. അമേരിക്ക കോടിക്കണക്കിന് ഡോളേഴ്സാണ് ഫിലിപ്പീൻസിന് കൊടുത്തത്. പക്ഷേ വെറുതെ ഔദാര്യമായിട്ട് കൊടുത്തതല്ല. ഫിലിപ്പീൻസിന് ആ മേഖലകളിൽ ധാരാളമായിട്ട് നേവൽ ബേസുകളും മിലിറ്ററി ബേസുകളുമുണ്ട്. അതൊക്കെ ഇത്രയും നാളും ഓപ്പറേറ്റ് ചെയ്തത് അമേരിക്കയാണ്. അത് ഇനിയൊരു 99 വർഷം കൂടി ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കണമെന്നുള്ള കരാറുണ്ട്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ ഫണ്ട് അമേരിക്ക കൊടുത്തത്. 1953 അമേരിക്കൻ സപ്പോർട്ടോടുകൂടി റൊമൻ മാഗ്സേസെ ഫിലിപ്പീൻസിൻ്റെ പ്രസിഡൻ്റായി. 1953 മുതൽ 57 വരെ അദ്ദേഹം തന്നെയായിരുന്നു പ്രസിഡന്റ്. ആ കാലഘട്ടത്തെയാണ് ഗോൾഡൻ ഇറ ഓഫ് ഫിലിപ്പീൻസ് എന്ന് ഫിലിപ്പീൻസ് തന്നെ വിശേഷിപ്പിക്കുന്നത്.
ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് റൊമൻ മഗ്സേസെ നടപ്പിലാക്കിയത്. സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ പുരോഗതി കൈവരിക്കാനും ഫിലിപ്പീൻസിന് ഈ കാലഘട്ടത്തിൽ സാധ്യമായി. റൊമൻ മഗ്സേസെ അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റുകളെ അവിടെ നിന്നും ആട്ടി ഓടിച്ചതുകൊണ്ടാണ് ഫിലിപ്പീൻ മറ്റൊരു നോർത്ത് കൊറിയ ആവാതെ ആയതെന്നാണ് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ റൊമൻ മഗ്സേസെ അദ്ദേഹത്തിൻ്റെ മിഷൻ മുഴുവിപ്പിക്കാതെയാണ് മരണമടയുന്നത്. 1957 ഒരു പ്ലെയിൻ ക്രാഷിൽ അദ്ദേഹം ഇല്ലാതെയായി. 1965 മുതൽ 86 വരെ ഫെർഡിനാൻഡ് മാർക്കസ് ആണ് അവിടെ അധികാരത്തിലിരുന്നത്. ആദ്യം അവിടുത്തെ പ്രസിഡൻ്റായിട്ട് മാറിയ അദ്ദേഹം പിന്നീട് അവിടുത്തെ ഒരു ഏകാധിപതിയായിട്ട് മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യാനുസരണം അവിടുത്തെ ഭരണഘടന മാറ്റി എഴുതിക്കൊണ്ടേയിരുന്നു. അവിടുത്തെ നിയമവ്യവസ്ഥിതിയിലും മാറ്റങ്ങൾ വരുത്തി. ഫിലിപ്പീൻസിൻ്റെ ദക്ഷിണ മേഖലകളിൽ ധാരാളമായി മുസ്ലിംസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ മുസ്ലിംസിനെ അദ്ദേഹം നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒരുപാട് എതിരാളികളെ അദ്ദേഹം ഒരു കാരണവുമില്ലാതെ വെടിവെച്ചു കൊന്നു. കുറേയധികം ആളുകളെ അദ്ദേഹം തുറങ്കലിലടച്ചു. തുറങ്കലിൽ കിടക്കെ തന്നെ അവരെ തൂക്കിലേറ്റാനും അദ്ദേഹം വിധിച്ചു. അവർ ചെയ്ത കുറ്റമെന്ന് പറയുന്നത് മാർക്കസ് ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു എന്നതാണ്. ഒപ്പോസിഷൻ പാർട്ടിക്ക് ഫിലിപ്പീൻസിൽ നിലനിൽപ്പില്ലാതെയായി. ഒപ്പോസിഷൻ പാർട്ടി ലീഡേഴ്സ് അവിടെ നിന്നും അമേരിക്കയിലേക്ക് പലായനം ചെയ്തു. അമേരിക്കയിൽ നിന്നുകൊണ്ട് അവർ മാർക്കസിനെതിരെ പ്രവർത്തിക്കുകയായിരുന്നു. ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ മാർക്കസിൻ്റെ അധികാരത്തിന് എതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായി. ഒരുപാട് പ്രക്ഷോഭങ്ങളുണ്ടായി. ആ പ്രക്ഷോഭങ്ങളൊക്കെ ഉന്നയിച്ച ആളുകളെ കൊന്നു തള്ളിക്കൊണ്ടാണ് അതിന് മാർക്കസ് മറുപടി നൽകിയത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായി. അതിനെ തുടർന്ന് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. വർഷം 1986 മാർക്കസ് തന്നെ കൊന്നു തള്ളിയ ഒരു എതിരാളിയുടെ ഭാര്യയായ കോറി അക്വിനോ ആണ് അദ്ദേഹത്തിൻ്റെ എതിരാളി. അക്വിന അനായാസം അവിടെ വിജയിച്ച് കയറുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ മാർക്കസ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു. അദ്ദേഹം വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഫിലിപ്പീൻസിൽ അലതല്ലി. അതിൻ്റെ പ്രത്യാഘാതം എന്ന രീതിയിൽ മാർക്കസിന് അവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും നേരെ പോകുന്നത് അമേരിക്കയിലാണ്. അവിടെ ഒരു റെഫ്യൂജി ആയിട്ട് അദ്ദേഹം പിന്നീടുള്ള കാലം കഴിച്ചുകൂട്ടി. മാർക്കസ് ഓടി രക്ഷപ്പെട്ട അതേ ദിവസം തന്നെ അക്വിനോ അധികാരത്തിലേറി പുതിയ പ്രസിഡൻ്റായിട്ട് മാറി. അവർ അധികാരത്തിലേറി ആദ്യം ചെയ്തത് പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ്. ഇനി ഒരിക്കലും ഒരു ഡിക്റ്റേറ്റർ ഉണ്ടാവാൻ പാടില്ല, തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പാടില്ല. പ്രസിഡൻ്റെ അധികാരമെല്ലാം വെട്ടിക്കുറച്ചു. തെരഞ്ഞെടുപ്പിലൂടെ നേരിട്ട് മാത്രം പ്രസിഡന്റ് അധികാരത്തിൽ വരും എന്നുള്ള ഒരു ഘട്ടമെത്തി. ആദ്യഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നു. ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്താണ് പ്രസിഡന്റിനെ അധികാരത്തിൽ എത്തിച്ചിരുന്നത്. പക്ഷേ മാർക്കസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ തിരിമറി നടത്തിയതോടുകൂടിയാണ് ആ ഒരു വകുപ്പ് ഇല്ലാതെയായി മാറിയത്. അക്വിനയുടെ നേതൃത്വത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചു. ആ കൂട്ടത്തിൽ ഒന്നാണ് 1901 പിനാറ്റുബ വോൾക്കാനിക് ഇറപ്ഷൻ. അതിനെ തുടർന്ന് $100 മില്യൺ നാശനഷ്ടമാണ് ഫിലിപ്പീൻസിനുണ്ടായത്. 840 പേർ മരണമടഞ്ഞു. 2 ലക്ഷത്തോളം വരുന്ന ജനസമൂഹത്തിന് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. 2016 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ അവിടെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത് റോഡ്രിഗോ ഡ്യൂട്ടേർട്ടെ ആണ്. റോഡ്രിഗോ വലിയ രീതിയിലുള്ള പോളിസി ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അമേരിക്കൻ നയം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു എന്നതാണ്. അവർ കമ്മ്യൂണിസ്റ്റ് ഭരണ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടും മാറിയിട്ടുണ്ട്. പക്ഷേ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ്. അവരുടെ സമുദ്ര അതിർത്തിയിലാണ് ചൈന സ്ഥിതി ചെയ്യുന്നത്. ചൈനയുടെ നയം അത് അല്പം വിചിത്രമായിട്ടുള്ള ഒരു നയമാണ്. അടുത്തുള്ള രാജ്യങ്ങളെയെല്ലാം കീഴടക്കുക, നിയമവിരുദ്ധമായിട്ട് ആ പ്രദേശങ്ങളൊക്കെ തങ്ങളുടെയാണെന്ന് പറഞ്ഞ് അവരെ കീഴ്പ്പെടുത്തുക. നിലവിൽ ഫിലിപ്പീൻസുമായിട്ടൊരു സൗഹൃദ ബന്ധമുണ്ട്. പക്ഷേ എപ്പോഴാണ് ഫിലിപ്പീൻസിനെ ചൈന വിഴുങ്ങാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മുമ്പ് അമേരിക്കയോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അത്തരത്തിലുള്ള സാധ്യതകൾ ഇല്ല എന്ന് നമുക്ക് പറയാമായിരുന്നു. കാരണം അങ്ങനൊരു സാധ്യത ഉണ്ടെങ്കിൽ അമേരിക്ക ഉറപ്പായിട്ടും ഇടപെടും. കാരണം അമേരിക്കയുടെ മറ്റൊരു ചെറിയ ടെറിട്ടറി തന്നെ ആയിരുന്നല്ലോ ഈ ഒരു ഭൂഭാഗം. പക്ഷേ നിലവിൽ അവർ അമേരിക്കയെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ ചൈനയാണ് ഏറ്റവും വലുത്. ഭാവിയിൽ ഫിലിപ്പീൻസ് ചൈനയുടെ ഒരു ഭാഗമായി കൂടായികയില്ല.
എന്തായാലും ഫിലിപ്പീൻസിനുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കാം. വീഡിയോയുടെ തുടക്കഭാഗത്തിൽ ഞാൻ പറഞ്ഞിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഒന്ന് പരിശോധിക്കുക.